നമസ്കാരം. അങ്ങനെ വളരെ ആർഭാടമായ വിവാഹ രംഗത്തിന് ശേഷം താൻ ഇങ്ങനെ യതിയായിട്ട് വേഷം മാറി സുഭദ്രയെ സ്വന്തമാക്കിയതിലൊക്കെയുള്ള ലജ്ജയും ജാള്യതയും ചെറിയ തോതിലുള്ള കുറ്റബോധവുമൊക്കെ ആയിട്ട് അർജുനൻ ശ്രീകൃഷ്ണനെ കാണുന്ന രംഗമാണ് അടുത്തത്. അർജുനൻ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തോട് താൻ ചെയ്തു പോയ അപരാധമെല്ലാം ഏറ്റുപറഞ്ഞ്, അല്ലെങ്കിൽ അർജുനൻ അപരാധമെന്ന് തോന്നിയ തൻ്റെ പ്രവൃത്തിയെല്ലാം ഏറ്റുപറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത്. ഇവിടെ രംഗം തുടങ്ങുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ വലതുഭാഗത്തിരിക്കുന്നു, അർജുനൻ ഇടതുഭാഗത്തു കൂടി പ്രവേശിക്കുന്നു. കിടതകതീന്താം എന്ന പ്രവേശന രീതിയെക്കുറിച്ച് മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി പറയുകയാണ്. സാധാരണ നമ്മൾ താളവട്ടം എന്ന് പറയുന്ന രീതിയാണ് കഥകളിയിലുള്ളത്. അതായത് ഒരേ താളത്തെ വീണ്ടും 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 ആവശ്യമുള്ളത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതി താളവട്ടമാണ്. എന്നാൽ കിടതകതീന്താം വേണമെങ്കിൽ നമുക്കൊരു രേഖീയ താളപദ്ധതിയാണ്, അല്ലെങ്കിൽ രേഖീയ മേളപദ്ധതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എങ്കിലും സാധാരണ കഥാപാത്രങ്ങൾക്ക് പ്രവേശനത്തിന് ഒരു കിടതകതീന്താം ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒന്നിലേറെ കിടതകതീന്താം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലേറെ ഉപയോഗിക്കണോ, എത്ര എണ്ണം ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് പൊതുവെ എന്തൊക്കെ കാര്യങ്ങൾ ആ പ്രവേശ സമയത്ത് ചെയ്തു തീർക്കണം എന്നുള്ളതിനെ അധികരിച്ചായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ സന്താനഭവനത്തിലെ ബ്രാഹ്മണൻ്റെ പ്രവേശ സമയത്ത് ബ്രാഹ്മണന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞതിന് ശേഷമാണ് ആ പദം ആരംഭിക്കേണ്ടത്. അതായത് തൻ്റെ കുട്ടികൾ 8 പേര് അതിനു മുമ്പ് മരിച്ചു പോയതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറയാനുണ്ട്. 9ാമത്തെ കുട്ടിയാണ്, താൻ എന്ത് തെറ്റ് ചെയ്തു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിലപിച്ചതിന് ശേഷമാണ് അവിടെ ആ പദം ആരംഭിക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഒരു കിടതകതീന്താമല്ല 5 കിടതകതീന്താം അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒന്നിലധികം കിടതകതീന്താം വരുന്നുണ്ട്. പ്രധാനമായും തനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിൽ, അതായത് ശ്രീകൃഷ്ണൻ്റെ സഹോദരിയെ ഭാര്യയായി കിട്ടിയ ഈ ഇതിലുള്ള ഹർഷം, എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ താൻ സുഭദ്രയെ നേടിയത് എന്നുള്ള ആ ഒരു ജാള്യത, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ കാണിക്കാനുള്ളതുകൊണ്ട് ഒന്നിലധികം കിടതകതീന്താമോട് കൂടിയാണ് അർജുനൻ്റെ ഇവിടെയുള്ള പ്രവേശം. അങ്ങനെ പ്രവേശിച്ച് ശ്രീകൃഷ്ണനെ കുമ്പിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ പദമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു രംഗം തുടങ്ങുന്നത് നാഗാധിപേ തദനു, അതായത് ദേവലോകത്തിൽ നിന്ന് വന്ന ഇന്ദ്രാദികളായ ദേവന്മാരും ദേവർഷികളും അപ്സരസുകളും എല്ലാം തിരികെ പോയതിന് ശേഷം അർജുനൻ തൻ്റെ സുഹൃത്തും സംരക്ഷകനുമൊക്കെ ആയ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു എന്നുള്ളതാണ് ഈ ശ്ലോകം. അപ്പോൾ അങ്ങനെ അർജുനൻ പ്രവേശിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ കേട്ടാലും വചനം സഖേ എന്ന പദമാണ്, മുഖാരിയിലുള്ള പദമാണ്. ഈ രംഗം മുഴുവൻ മുഖാരിയാണ്. ഇത് മുഖാരിയാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അർജുനൻ്റെ പദവും, അതായത് രണ്ടും മുഖാരിയിലാണ് വരുന്നത്. അടന്തയിലാണ് ഈ പദം ചിട്ടയിരിക്കുന്നത്. അടന്ത 28 എൻ്റെ ഓർമ്മ. പതിഞ്ഞതല്ല, അടന്ത 28 ഓർമ്മ. അപ്പോൾ കേട്ടാലും വചനം സഖേ എന്നുള്ളത് സാധാരണ ഒരു പദമാണ്. വലിയ കാര്യങ്ങളൊന്നുമില്ല. കുട്ടിത്തരം വേഷം ആണ് ശ്രീകൃഷ്ണന്, അല്ലെങ്കിൽ കുട്ടിത്തരം അല്ലെങ്കിൽ ഇടത്തരം
അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊല്ലിയാട്ട പ്രധാനമായിട്ടാണ് ഇത് ചിട്ട ചെയ്തിരിക്കുന്നത്. കെട്ടിച്ചാടിയും ഒക്കെ ചൊല്ലിയാട്ടത്തോടുകൂടി, നല്ല ചൊല്ലിയാട്ടത്തോടുകൂടി ആണ് ഇതിൻ്റെ പദാഭിനയം. പ്രധാനമായും പറയുന്നത് ഇങ്ങനെ ദേവന്മാർ, ദേവർഷികൾ, ഇതുപോലുള്ളവരെല്ലാവരും വന്നു, നിൻ്റെ ഭാഗ്യമാണ്, നിൻ്റെ ഭാഗ്യം വളരെ വലുതാണ്. ഇതിനു മുമ്പ് ഭൂമിയിൽ ഇങ്ങനെയൊരു വിവാഹത്തിന് ദേവന്മാരും ദേവർഷികളും അപ്സരസുകളും ഒക്കെ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്രയധികം സന്തോഷത്തോടുകൂടി വന്നിട്ടില്ല, എല്ലാം നിൻ്റെ ഭാഗ്യം എന്ന് ഒക്കെ ശ്രീകൃഷ്ണൻ പൊതുവെ പറയുന്ന ഒരു പദം മാത്രമാണിത്. അതിനെ തുടർന്നാണ് അടന്ത പതിഞ്ഞ കാലത്തിലുള്ള മുഖാരിയിൽ തന്നെയുള്ള കഷ്ടം ഞാൻ കപടം കൊണ്ടു യതിയായി ചമഞ്ഞു എന്ന് തുടങ്ങുന്ന അർജുനൻ്റെ പദം. അതിൽ പ്രധാനമായും പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആശയമാണ് അവിടെ വരുന്നത്. ഞാൻ ഒരു യതിയായിട്ട് കപടവേഷം ധരിച്ച് അങ്ങയുടെ മുമ്പിൽ വന്നു, കഷ്ടം ഒട്ടല്ല എൻ പാതകം, ഞാൻ ചെയ്ത തെറ്റ് കുറഞ്ഞതൊന്നുമല്ല, വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് മാത്രമല്ല, അങ്ങ് സന്യാസിയാണ് എന്നുള്ള എൻ്റെ സന്യാസി രൂപത്തിലാണെങ്കിൽ പോലും അങ്ങ് എൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചത് ഓർക്കുമ്പോൾ ഞെട്ടുന്നു, എനിക്ക് ഞെട്ടലുണ്ടാകുന്നു. കാര്യം ശ്രീകൃഷ്ണനും ബലഭദ്രനുമൊക്കെ സന്യാസിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമസ്കരിക്കണമല്ലോ. അപ്പോൾ ശ്രീകൃഷ്ണനും ബലഭദ്രനുമൊക്കെ തൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ താൻ നമസ്കരിപ്പിച്ചു എന്നുള്ളത് അത് ഓർക്കുമ്പോൾ ഒട്ടല്ല അതിൻ്റെ വിഷമം, അത് ഓർത്ത് ഞാൻ ഞെട്ടുന്നു എന്ന് ആണ് അർജുനൻ പറയുന്നത്. അല്ലാതെ വേറെ കാര്യമായിട്ട് പിന്നെ നിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്കൊട്ടും സങ്കടമുണ്ടാവുകയില്ല, പിന്നെ ബ്രഹ്മദേവനാലും വന്ദിക്കപ്പെടുന്നവനെ എന്നെ അനുഗ്രഹിച്ചാലും, അങ്ങനെയുള്ള സാധാരണമായ കാര്യങ്ങൾ മാത്രമേ. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഭദ്രാഹരണം പോലെയുള്ള കഥകൾ അതിൻ്റെ ആശയത്തിലല്ല അതിൻ്റെ പ്രാധാന്യം, അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ കോണ്ടൻറ്റ്, ആശയം, ഫോം അല്ലെങ്കിൽ അതിൻ്റെ രൂപം, ഏതൊരു ദൃശ്യകലയെയും നമ്മളങ്ങനെ രണ്ടായിട്ട് തിരിച്ചാണ് നമുക്ക് പറയാൻ കഴിയുക. അതായത് ഒരു ആശയമുണ്ട് അല്ലെങ്കിൽ ഒരു കോണ്ടൻ്റ് ഉണ്ട്, അതിനെ ഒരു പ്രത്യേക രൂപം, അതിന് ഫോം എന്നാണ് പറയുക. ഇപ്പോൾ കഥകളിയുടെ ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുദ്രാവിന്യാസ രീതി, കലാശങ്ങൾ, അതിൻ്റെ രൂപം മാത്രമല്ല, അതിൻ്റെ എങ്ങനെയാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത് അവതരിപ്പിക്കുന്നത് എന്നുള്ള എല്ലാ സാങ്കേതികതയുമാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഫോമിനാണ് ഇമ്പോർട്ടൻസ്. ആദ്യത്തെ രംഗമായാൽ പോലും ആ ഒരു ദൃശ്യഭംഗി, അവിടെ ആശയം എന്താണ്, വിവാഹം കഴിച്ചു, അവിടെ എത്തിയവരെ എല്ലാവരെയും വന്ദിച്ചു, ഇത്രയും ഉള്ളൂ. പക്ഷേ 20 മിനിറ്റോളം നമ്മൾ കാണുന്നത് ഒരിക്കലും ആ ആശയത്തിന് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് ആ ഒരു അവതരണത്തിന്, ആ ഒരു ഫോമിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെയും അതുകൊണ്ട് തന്നെ ഈ കിടവീന്താം, അതുപോലെ തന്നെ പതിഞ്ഞ പദങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ രീതി, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ആശയങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇപ്പോൾ നളയരുത് അങ്ങനെയല്ല, നളയരുതൊക്കെ ഒരു ധ്വനികാവ്യമാണ്, അതിൽ ആശയങ്ങൾ വളരെ ഗഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കഥകളിയുടെ സാങ്കേതികത കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു പൂർണ്ണത നളയരത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെയല്ല, ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ആശയങ്ങളായിരിക്കും. ഫോക്കസ് മുഴുവൻ അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ കഷ്ടം ഞാൻ കപടം കൊണ്ടു, ഞാൻ അങ്ങനെ യതിയായി ചമഞ്ഞ്, ഞാൻ കപടത കാണിച്ച് യതിയായി ചമഞ്ഞ് വന്നത് കഷ്ടമായിപ്പോയി, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രമല്ല, നീ എൻ്റെ കാൽക്കൽ വീണത് ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാങ്കേതികതയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അടന്ത 56 അടന്തയുടെ പതിഞ്ഞ കാലത്തിലാണ് ഈ ഒരു
ഈ ഒരു അവതരണം നടക്കുന്നത്. ഈ അടന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അടന്ത 56 എന്ന് പറയുമ്പോൾ 56 മാത്ര എന്നുള്ളതാണ്. ഈ 56 മാത്ര സാധാരണ വിഭജിച്ചിരിക്കുന്നത് 20, 20, 16 എന്ന് 3 ഖണ്ഡങ്ങളായിട്ടാണ്. അപ്പോൾ 3 മുദ്രകളാണ് സാധാരണ വരുന്നത്. അത് 20ാമത്തെ മാത്രയിൽ ആദ്യത്തെ മുദ്ര തീരുകയും അടുത്ത 20ൽ രണ്ടാമത്തെ മുദ്ര തീരുകയും പിന്നെ അടുത്ത 16 കൂടി കഴിയുമ്പോൾ, അതായത് 20ലും 40ലും 56ലുമാണ് സാധാരണ ഒരു മുദ്ര തീരുന്നത്. ഇതിൻ്റെ സാങ്കേതികതയാണ്, നമ്മളത് അറിയുന്നില്ല. പക്ഷേ ആ ഭംഗിയായിട്ട് അത് തീരുന്നത് വരുമ്പോൾ നമുക്കറിയാതെ തന്നെ നമുക്കൊരു സന്തോഷം വരും. അത് 20ലാണോ 40ലാണോ എന്നൊന്നും അറിയാത്തവർക്ക് പോലും അത് കൃത്യസമയത്ത് മേളം തീരുകയും മേളം കലാശിക്കുകയും വാക്ക് തീരുകയും പാട്ടുകാരൻ ആ വാക്ക് അവിടെ തീരുകയും മുദ്ര വിടുകയും ചെയ്യുന്നത്, ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ഭംഗി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. അത് കഥകളി അങ്ങനെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും നമുക്കിവിടെ അത് അനുഭവിക്കാൻ പറ്റുന്ന ഒരു പദമാണിത്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, 20ലും 40ലും 16 പിന്നെ ബാക്കി 56 തീരുന്നിടത്തും മുദ്ര വിടുന്നതിന് പകരം 4 വാക്കുകളുടെ കാര്യത്തിൽ 20ന് പകരം 12ൽ ആദ്യം ഒരു തവണ മുദ്ര വിടുകയും പിന്നെ അതിനുശേഷം അതേ മുദ്ര തന്നെ ഒന്നുകൂടി ആ 20ലേക്ക് എത്തുമ്പോൾ വിടുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് 4 വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതികത, ആ സാങ്കേതികതയിലേക്ക് എത്തിയിട്ടുള്ളവരും അതിന് താല്പര്യമുള്ളവരും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതില്ലെങ്കിലും ആസ്വാദനത്തിനൊരു കുഴപ്പവും വരില്ല. ഇതിൽ കഷ്ടം ഞാൻ കപടം കൊണ്ടു എന്നുള്ള കഷ്ടം എന്നുള്ള മുദ്ര വിടുന്നതും, അതുപോലെ തന്നെ ഒട്ടല്ല പെട്ടെന്ന് ഞെട്ടുന്നു, ഇങ്ങനെ 4 മുദ്രകളും സാധാരണ 20 മാത്രയിൽ വിടുന്നതിന് പകരം ഇവിടെ 12 മാത്രയിലാണ്, ഈ 12ാമത്തെ മാത്രയിലാണ് ഈ മുദ്ര വിടുന്നത്. അത് വിടുന്നത് ആ കഷ്ടം എന്ന് പറയുമ്പോൾ മേളം കലാശിക്കുകയും ആ വാക്ക് തീരുന്നിടത്ത് കഷ്ടം എന്നുള്ള മുദ്ര വിടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒട്ടല്ല എന്നുള്ളതും പെട്ടെന്ന് എന്നുള്ളതും ഞെട്ടുന്നു എന്നുള്ളതും അതിന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. അല്ലാതെ ആ പദത്തിന് ഒരുപാട് വലിയ പ്രത്യേകതകളൊന്നും ഇല്ല. അതിനവസാനം ഒരു ഇരട്ടിയോ ഒന്നും സാധാരണ ഉള്ളതുപോലെ 15 ഇരട്ടിയോ ഒന്നും ഈ പദത്തിനില്ല. അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണൻ ചെറിയൊരു ഇതുണ്ട്. അതായത് ഈ ദ്വീപുത്സവം തീരാറായി, അപ്പോൾ തീരുന്നതിന് മുമ്പ് നീ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് മാത്രമല്ല, പോകുമ്പോൾ നീ അവിടെ കാവൽ നിൽക്കുന്നവരെ വെല്ലുവിളിച്ച് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു വേണം ഇവളെ കൊണ്ടുപോകാൻ. പക്ഷേ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്കാർക്കും ഒരു ദേഹോപദ്രവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുതിരകൾ, ആന മുതലായ മൃഗങ്ങൾക്കൊന്നും ഒരു ദേഹോപദ്രവം ഉണ്ടാവുകയോ ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രീകൃഷ്ണൻ്റെ ദീർഘദർശിത്വമാണ്. ഈ ബലഭദ്രൻ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് അറിയാം. കാര്യം സുഭദ്രയെ ദുര്യോധന വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു ബലഭദ്രരുടെ ആഗ്രഹം. അല്ലെങ്കിൽ തന്നെ ഒരാൾ തന്നെ വന്ന് വഞ്ചിച്ച് തന്നെ പറ്റിച്ച് സഹോദരിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബലഭദ്രർ അത് ഒറ്റ അടിക്ക് അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിലൊരു ന്യായം വേണം. അർജുൻ ഇത് ഈ കന്യകയെ കൊണ്ടുപോയതിന്, സുഭദ്രയെ കൊണ്ടുപോയതിൻ്റെ ഒരു ന്യായം വേണം. ഒരു ന്യായം പറയാതെ ശ്രീകൃഷ്ണനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് വിവാഹം ന്യായമായ വിവാഹം? ഒന്ന് സ്വയംവരമാണ്. അത് എല്ലാവരും അറിഞ്ഞ് എല്ലാ രാജാക്കന്മാരെയും വിളിച്ചു വരുത്തി അതിൽ നിന്ന് കന്യക ഒരു രാജാവിനെ തീരുമാനിക്കുന്ന രീതിയാണ്. രണ്ടാമത്തെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീരനായ രാജാവ് വന്ന് നേരിട്ട് യുദ്ധം ചെയ്ത് കന്യകയെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നത്, അതും അനുവദനീയമാണ്. അത് വീരത്വമാണ്. അതല്ലാതെ വന്ന് ഒളിച്ചു താമസിച്ച് സൂത്രത്തിൽ ആരും അറിയാതെ കന്യകയെ കൊണ്ടുപോകുന്നത് പാപമാണ്, തെറ്റാണ്. വധം പോലും അർഹിക്കുന്ന, വധശിക്ഷ പോലും അർഹിക്കുന്ന തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുനനെ അതിൽ നിന്ന് രക്ഷിക്കണം. അർജുനനെ
അർജുനൻ ചെയ്തത് ന്യായമാണ്, അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്ന് വരുത്താൻ വേണ്ടിയാണ് കാവൽ നിൽക്കുന്നവരോട് യുദ്ധം ചെയ്ത് കന്യകയെ കടത്തിക്കൊണ്ടു പോകുന്നതായിട്ട് വേണം വരാൻ. ഇത് തന്നെയാണ് അവസാനം ശ്രീകൃഷ്ണൻ ബലഭദ്രനോട് പറയുന്നത്. അവൻ യുദ്ധം ചെയ്ത് ജയിച്ചാണ് കന്യകയെ കൊണ്ടുപോയത്, അവൻ ചതിയല്ല ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കാവൽക്കാരോട് യുദ്ധം ചെയ്യണം എന്നും യുദ്ധം ചെയ്ത് വേണം നീ കന്യകയെ കൊണ്ടുപോകാനും. അതേസമയം തന്നെ തൻ്റെ ഭടന്മാരെയോ തൻ്റെ സേനയിലെ മൃഗങ്ങളെയോ ഒക്കെ കൊന്ന് ഒരുപാട് ദോഷങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ അതും ഒരു പക്ഷേ ബലഭദ്രർ സഹിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവരെ ആരെയും കൊല്ലരുത്, അവരെ തോൽപ്പിക്കുകയേ ചെയ്യാവൂ, അവർക്ക് ദേഹോപദ്രവമൊന്നും ഉണ്ടാകരുത്. ഇത് അവസാനം കുതിരകളെ യുദ്ധഭൂമിയിൽ ചെന്ന് കാണുമ്പോൾ ഇത് പറയുന്നുണ്ട്. കുതിരകളെ ഒന്നും ദേഹോപദ്രവം ഏൽപ്പിക്കാതെ അവരുടെ ദേഹത്തു നിന്ന് രോമങ്ങൾ അർജുനൻ എയ്ത് കളഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് ദ്രോഹമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. അങ്ങനെ അത് ഞാൻ നിന്നെ ഇനി വന്ന് കണ്ടുകൊള്ളാം എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ചെറിയൊരു ആട്ടം അവിടെയുണ്ട്. ലോകനാഥനായ അങ്ങയും എൻ്റെ ദേവനാഥനായ എൻ്റെ അച്ഛൻ എൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത്. തുടർന്നും അങ്ങയുടെ അനുഗ്രഹം എനിക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ നിഷ്ക്രമിക്കുന്നതോടുകൂടി ഈ രംഗം അവസാനിക്കുന്നു. അടുത്ത രംഗം സുഭദ്രയുമായിട്ടുള്ളതാണ്. അത് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. നമസ്കാരം.